എൻ്റെ പേര് ഫ്ലോറിയാണ്. ഞാൻ പൊയ്യെന്ന് വരുന്നു. 2022 മെയ് 24 ഞാൻ ഉടമ്പടി എടുത്തത്. ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ മാതാവിനെ കയ്യിൽ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാനിരിക്കുമ്പോൾ എനിക്കാണ് ആ ടോക്കൺ കിട്ടിയത്. എനിക്കപ്പോൾ മാതാവിനെ എൻ്റെ കയ്യിലോട്ട്, പാവിയായ എൻ്റെ കയ്യിലോട്ട് എനിക്ക് കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ച് എനിക്ക് വളരെയായ വിശ്വാസവും ആഗ്രഹവും വന്ന്. പിന്നെ എനിക്ക് 4 വർഷമായി തണ്ടലിന് വേദനയും കഴുത്തിന് വേദനയും ഉണ്ടായിരുന്നു. അപ്പോൾ MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് തണ്ടലിന് തേയ്മാനമാണ്, കഴുത്തിന് തേയ്മാനമാണെന്ന് പറഞ്ഞ്. അങ്ങനെ 2-3 മാസം പിന്നെയും മരുന്നുകൾ കഴിച്ച് പിന്നെ വേറെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ MRI സ്കാൻ ചെയ്തതും ഇതെല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഫിസിയോതെറാപ്പി കുറച്ച് ദിവസം നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് 1 മാസം റെസ്റ്റ് എടുത്തിരിക്കാൻ പറഞ്ഞ്. ഫിസിയോതെറാപ്പിയും ചെയ്ത് 1 മാസം റെസ്റ്റ് എടുത്തിരുന്ന് യാതൊരു കുറവും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ വേഗം നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ്. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പഴയ MRI സ്കാനും ഈ എക്സ്റേയും തമ്മിൽ വളരെയധികം രോഗം കൂടിയൊക്കെയാണ്. അങ്ങനെയാണ് ഡോക്ടർ പറയാണ്, ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വശം തളർന്നു പോകുമെന്നാണ് പറയണത്, വേഗം നിങ്ങൾ പോയി 2ാമത് MRI സ്കാൻ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞ്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ MRI സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ മാതാവിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് പറഞ്ഞ്, മാതാവേ തളർന്നു പോവുകയാണെങ്കിൽ ഞാൻ സ്വയം മരിക്കും, എൻ്റെ കൂടെ മാതാവ് വന്നോട്ടാന്ന് പറഞ്ഞ് ഞാനങ്ങനെ MRI സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഇതൊരു കാര്യം പ്രാർത്ഥിച്ചതും, മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, എന്നെ രക്ഷിക്കണമേ, ഇത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അങ്ങനെ 2ാമത്തെ ദിവസം എനിക്ക് റിസൾട്ട് വന്ന് ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതം, ഇതിൻ്റെ അകത്ത് തേയ്മാനം ഒന്നുമില്ല, ഉണ്ടായിരുന്ന രോഗവും കൂടെ കാണുന്നില്ല. അങ്ങനെ ഡോക്ടർ വേറൊരു ഡോക്ടറും കൂടെ എന്നെ നോക്കിയിരുന്നത്, ആ ഡോക്ടറും കൂടെ നോക്കിയപ്പോൾ ആ ഡോക്ടറും പറഞ്ഞിങ്ങനില്ല. അപ്പം ഞാൻ നട്ടലിൻ്റെ അകത്ത് വളഞ്ഞിരിക്കുകയായിരുന്നു, കുറച്ചിങ്ങനെ തേഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എൻ്റെ കൃപാസനത്തിൽ അമ്മയാണ് എന്നെ തൊട്ട് സൂപ്പിടുക. അപ്പോൾ ഡോക്ടർക്ക് കൃപാസന അമ്മനെ കുറിച്ച് അറിയാൻ നല്ല വിശ്വാസമുണ്ട്, ഭയങ്കര അത്ഭുതം ഉണ്ട് ഇവിടെ നടന്നതെന്ന് പറഞ്ഞു. അത് ഇപ്പം ആ ഞരമ്പൊക്കെ നേരെയായി, മരുന്നുകളൊന്നും വേണ്ട. ഞാനൊരു മാസം 3000 രൂപയുടെ മരുന്ന് കഴിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ മാതാവിനോട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മാതാവേ ഈ മരുന്നിൻ്റെ പൈസ ഞാൻ എന്നെപ്പോലെയുള്ള രോഗികൾക്ക് ഞാൻ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ 2ാമതും ഈ സ്കാനിങ്ങിന് പോയത്. പിന്നെ ഇത് കൂടാണ്ട് 2 പ്രാവശ്യവും സാക്ഷ്യം പറയാൻ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം മാതാവിന് ഒരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു, 5 വർഷമായി എനിക്ക് ശ്വാസം മുട്ട് വന്നത്. ഇൻഹേലർ ഞാൻ വലിക്കാണ്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനോ ഒന്നിനെ പോലില്ല, ഒരു ദിവസം പോലും അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ഒരു 15 ദിവസമായിട്ട് ഇത് ഒട്ടും വലിക്കുന്നില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ ഉറക്കം സംസാരിക്കാൻ എനിക്ക് പറ്റൂല, അപ്പം എനിക്ക് ശ്വാസം മുട്ട് വരും. അപ്പം ഞാൻ വിചാരിക്കണ് എൻ്റെ മാതാവ് ഈ സാക്ഷ്യം കൂടെ പറയാനായിരിക്കും എന്നെ 2 പ്രാവശ്യവും ഈ അൾത്താരയിൽ കയറ്റാണ്ടിരുന്നത്. അപ്പം ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയാണ്, അവളോട് ഞാൻ കൃപാസനത്തിൽ പല പ്രാവശ്യം വരാൻ പറഞ്ഞാൽ അവൾക്കധികം വിശ്വാസമില്ല, വരാറുണ്ടായിരുന്നില്ല. അവരുടെ വീട് പണി കുറച്ചൊക്കെ നടക്കാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയി വീടിൻ്റെ 4 വശവും തെളിച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച്. ഇപ്പോൾ ആ വീടിൻ്റെ പണികളെല്ലാം ഭംഗിയായിട്ട് നടന്ന് എൻ്റെ മോള് സ്വയം കൃപാസനത്തിൽ വരികയും ചെയ്തു. പിന്നെ 3ാമതായിട്ട് ഞങ്ങളുടെ കിണർ കുത്തിയിട്ട് 14 റിങ്ങായിരുന്നു. ഒരു 5 മിനിറ്റാ ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. നല്ല വേനൽപ്പാല് വന്നപ്പോൾ അതും അടിക്കാത്ത അവസ്ഥയായി. അപ്പം എല്ലാവരും പറഞ്ഞു 1 റിങ്ങും കൂടെ എടുക്കുമെന്ന് പറഞ്ഞ്. 1 റിങ്ങും കൂടെ എടുത്തപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ടായി. ഞാൻ എന്ത് ചെയ്ത്, കൃപാസനത്തിൽ അമ്മയുടെ ഉപ്പും തിരിയും കൊണ്ടുവന്ന് കിണറ്റിലിട്ട് വിശ്വാസ പ്രമാണം എത്തിച്ച്. പിറ്റേ ദിവസം തുടങ്ങി കിണറ്റിൽ നല്ലപോലെ വെള്ളമുണ്ട്. ഇപ്പോൾ ബക്കറ്റിട്ട് 15 റിങ്ങിൽ നിന്ന് കോരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആങ്ങളക്ക് വേണ്ടിയാണ്, ആങ്ങള കാലിന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കൃപാസനത്തിൽ അമ്മയുടെ തൈലവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് അമ്മനെയും കൊണ്ട് ആസ്പത്രിയിലോട്ട് പോയിക്കോ, ഓപ്പറേഷനൊക്കെ വിജയിക്കുമെന്ന് പറഞ്ഞ്. ഓപ്പറേഷൻ നല്ല ഭംഗിയായിട്ട് വിജയിച്ച് പരിപൂർണ സൗഖ്യം കിട്ടി.
പിന്നെ എൻ്റെ കുടുംബത്ത് ഒരിത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. സന്തോഷം സമാധാനം ഇല്ലാത്ത യോജിപ്പുള്ളൊരവസ്ഥയായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ വീട് നല്ല സന്തോഷവും സമാധാനത്തിലും പോവുകയാണ്. പിന്നെ ഞാൻ ഈ രോഗസൗഖ്യം കിട്ടിയതോടുകൂടിയാണ് എനിക്ക് രോഗികളെ കാണാൻ പോകാനും പറ്റിയത്, മറ്റുള്ളവർക്ക് സഹായവും. പിന്നെ അതേപോലെ തന്നെ കുമ്പസാരിക്കാൻ ഞാനൊരു 2 മാസം 1.5 മാസം കൂടുമ്പോൾ ആഴ്ചയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ കുമ്പസാരിക്കും. അങ്ങനെ പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യാനും പറ്റും. അനേകം മക്കൾക്ക് ഞാൻ മാതാവിൻ്റെ ഇത് പറഞ്ഞു കൊടുത്ത് വിഷമങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കും. ഞാൻ ഉപ്പ് കൊടുക്കാറുണ്ട്. അനേകം മക്കൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഈ 2 പ്രാവശ്യം എനിക്ക് സാക്ഷ്യം പറയാണ്ടായപ്പോൾ 3ാമത്തെ പ്രാവശ്യവും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വന്ന് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് തലകറക്കം വന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ കൃപാസന അമ്മനോട് പറഞ്ഞ്, അമ്മയെ 2 പ്രാവശ്യം എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല. ഈ പ്രാവശ്യവും എനിക്ക് കാലത്ത് തലകറങ്ങി എനിക്ക് എണീക്കാൻ പറ്റൂല. ഞാൻ ഇത്രയും ദൂരത്ത് എങ്ങനെ പോകും അമ്മേ? എനിക്ക് അമ്മയുടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അമ്മ എനിക്ക് തലകറക്കം തന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മിനിയാന്ന് എൻ്റെ മരുന്ന് തീർന്ന്. ഞാൻ മരുന്ന് കഴിച്ചില്ല. അമ്മ തന്നെ എന്നെ കൊണ്ടുവരട്ടെ എന്ന് വെച്ച് മിനിയാന്ന് തുടങ്ങി ഞാൻ മരുന്ന് കഴിച്ചില്ല. ഈ നിമിഷം വരെയും എനിക്ക് തലകറക്കില്ല. ഇതുപോലെ സമയത്തൊന്നും എനിക്ക് നിൽക്കാനോ കാലത്ത് വരാനോ ഒന്നിനും പറ്റിയിരുന്നില്ല. അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് മീന. ആലുവ തോട്ടക്കാട്ടുകര ഇടയംഗമാണ്. ഞങ്ങൾക്കൊരു 3 സെൻറ്റ് സ്ഥലം സ്വന്തമല്ലാത്തതായിരുന്നു. വീടും ചെറുതായിരുന്നു. പലരും ഞങ്ങളതിനെ കുറേയൊക്കെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നാൽ വീട് സ്വന്തമായി കിട്ടുമെന്ന് അറിഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 1 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥലം സ്വന്തമായി കിട്ടുകയും ചെറിയൊരു വീട് പണിയായിരുന്നിട്ട് ഒരു 2 നില കെട്ടുന്ന തന്നെ മാതാവൻ ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ മകൾ യൂറോപ്പിൽ പോകാൻ വേണ്ടി കുറേ ഐഡൻറ്റിറ്റി പരീക്ഷയൊക്കെ എഴുതി നടന്നിട്ടും ഫലമുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാൻ കൃപാസനത്തിൽ അവൾക്ക് വേണ്ടിയും ഉടമ്പടി എടുത്തു. അപ്പോൾ 4 മാസത്തിനുള്ളിൽ അത് ശരിയാവുകയും അവിടെ പോയി ഗവൺമെൻറ് ഒരു ജോലി കിട്ടുകയും ചെയ്തു. പിന്നെ എൻ്റെ മകൻ 2 വീലറിൽ നിന്ന് ഒന്ന് പതുക്കെ വീണിട്ട് മുട്ടുകാൽ വേദനയായിരുന്നു. അവന് എപ്പോഴും വേദന വരുമായിരുന്നു. തൈലം പുരട്ടിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വേദനയില്ല. മാതാവിന് 1000 കോടി നന്ദി.